ഹായ് എവറി വൺ. CMA ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലൊരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പൊതുവിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത്യാവശ്യം ടഫാണ്. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. കറക്റ്റ് ഒരു ഐഡൻറ്റിക്കലായിട്ടൊരു ഓർഡറോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യം ഒത്തിരി കുട്ടികൾ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കോസ്റ്റ് അക്കൗണ്ടിങ് നല്ല സിമ്പിളാണ്, വേറെ സബ്ജക്റ്റുകൾ പാടാണെന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഡിസംബർ 2025 നിങ്ങൾ CMA ഇൻ്റർമീഡിയറ്റ് എഴുതുന്നുണ്ടോ, കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ, ഡെഫിനറ്റായിട്ട് ഈ സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് 70+ ഉറപ്പായിട്ട് കിട്ടും. കാരണം ഞാൻ ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ 2 അറ്റംപ്റ്റുകളുടെ ഡിസംബർ 2024 ജൂൺ 2025 അപ്ലൈ ചെയ്ത് നോക്കി. അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ സ്ട്രാറ്റജി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, നിങ്ങളിത് ഫുള്ളായിട്ടൊന്ന് കേൾക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എഗെയിൻ പറയുകയാണ്, നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഒരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറിനെ നമുക്ക് ടഫാണ് എന്നുള്ള രീതിക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യരുത്. എനിക്കിത് പറ്റും, ഞാനിത് പഠിക്കും, മാക്സിമം ട്രൈ ചെയ്യും, മാക്സിമം സ്കോർ ചെയ്യും എന്നുള്ള കോൺഫിഡൻസിൽ വേണം എത്ര ടഫായിട്ടുള്ള പേപ്പറാണെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ആ രീതിക്കാണ്. നമ്മളൊരു കാര്യത്തെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ബാക്ക് ആവും. ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് വലിയൊരു ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇത് വളരെ സിമ്പിളാണ്, ഞാൻ പഠിക്കും എന്നുള്ള കോൺഫിഡൻസിൽ നമ്മളൊരു ആക്റ്റീവായിട്ട് അതിലൊരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റ് നമുക്ക് എളുപ്പമായിട്ട് മാറും. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടാണെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്തോളൂ. ഞാൻ അഷ്വർ ചെയ്യാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് 70+ മാർക്ക് കിട്ടും. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ ജൂൺ 2025 നമ്മുടെ എക്സാം ഇതേ സെയിം സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എക്സാം എഴുതിയതിൽ ഹയസ്റ്റ് സ്കോർ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 79 ആണ്. അപ്പോൾ ആളെനിക്ക് റിസൾട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സ് പറഞ്ഞ കറക്റ്റ് അതേപോലെ ഫോളോ അപ്പ് ചെയ്തു. അതുപോലെ നോട്ട്സും ക്ലാസ്സും എല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു, MCQ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാം ടെൻഷൻസ് കാരണം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ കാരണം പലപ്പോഴും കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓവറോൾ എനിക്ക് 79 കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞ് റിസൾട്ട് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നല്ല സിമ്പിളായിട്ട് മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിസ് ടേബിളിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ഞാനിവിടെ 5 അറ്റംപ്റ്റിൻ്റെ അനാലിസിസ് ആണ് എടുത്തിരിക്കുന്നത്. ജൂൺ 2023 മുതൽ ജൂൺ 2025 വരെയുള്ള കഴിഞ്ഞ 5 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിനകത്ത് തിയറിയും ചോദിക്കാറുണ്ട്, കോസ്റ്റ് ഷീറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അതും ചോദിക്കാറുണ്ട്. അപ്പോൾ തിയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു അറ്റംപ്റ്റ് ഒഴികെ ബാക്കി എല്ലാ അറ്റംപ്റ്റിലും 4 മാർക്കിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് ഒഴികെ ബാക്കി എല്ലാത്തിലും 7 മാർക്കിന് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് 11 മാർക്കോളം വെയിറ്റേജ് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ നിന്നുള്ളതാണ് കേട്ടോ. MCQ ഞാനിതിൽ എടുത്തിട്ടില്ല, ഡിസ്ക്രിപ്റ്റീവിൻ്റെ വെയിറ്റേജ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, MCQ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ 15 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക് നമുക്ക് MCQയിലും ഉണ്ട്. അത് ഞാനിവിടെ എടുത്തിട്ടില്ല. നമുക്ക് ആ ഒരു 70 മാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലേ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ തിയറി നോക്കിക്കേ 4 അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഷീറ്റ് 4 അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ 11 മാർക്ക് വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സിമ്പിളാണ് രണ്ടും, കോസ്റ്റ് ഷീറ്റ് ആയാലും തിയറി ആയാലും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് MCQ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ടോട്ടൽ 15 മാർക്ക് വെയിറ്റേജ് ഉള്ള 15 മാർക്ക് ടോട്ടൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15 മാർക്ക് സേഫായി. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്ക് 24 സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കാനുള്ളത്, 24 എണ്ണമാണ് പഠിക്കാനുള്ളത്. എല്ലാം വളരെ സിമിലർ ഐഡൻറ്റിറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. സെൻറ്റൻസ് പോലും സിമിലർ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് പോലും സിമിലർ ആണ്. അതിൽ ആദ്യത്തെ ഒരു 7-8 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതല്ലാതെ ബാക്കി അതും 3-4 ലൈൻസ് മാത്രം, ബാക്കിയൊക്കെ വെറും 2 ലൈനിലോ 3 ലൈനിലോ നിർത്തുന്ന രീതിക്കാണ് സ്റ്റാൻഡേർഡ്സ് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് നോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ അറ്റംപ്റ്റും നോക്കിക്കേ 12 മാർക്ക് വെയിറ്റേജ് ഉണ്ട്.
എല്ലാ അറ്റംപ്റ്റിലും 12 മാർക്കിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ഇതിൽ നിന്ന് MCQ വരും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 14 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ 12 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും 2 മാർക്ക് MCQവും ചേർത്ത് 14 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ ഫസ്റ്റ് ചാപ്റ്റർ 15 മാർക്ക്, സെക്കൻഡ് ചാപ്റ്റർ 14 മാർക്ക്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 29 മാർക്ക് സേഫ് ആയില്ലേ? 2 ചാപ്റ്റർ പഠിച്ചപ്പോൾ 29 മാർക്ക് സേഫ് ആയില്ലേ? ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റാണ്, ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ അറ്റംപ്റ്റും നോക്കിക്കേ, ആദ്യത്തെ അറ്റംപ്റ്റ് 8, ബാക്കി എല്ലാ അറ്റംപ്റ്റും 7 മാർക്ക് വെയിറ്റേജ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ അറ്റംപ്റ്റിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്, വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്നാമത് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഏരിയയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. എല്ലാ അറ്റംപ്റ്റും ചോദിക്കുന്നതാണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും ആണ് പഠിക്കാനുള്ളത്, മാറി മാറി ചോദിക്കാറുണ്ട്. എല്ലാ അറ്റംപ്റ്റും 7 മാർക്കിന് വരുന്നതാണ്. ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ലേബർ വേരിയൻസ് ആണ് ചോദിച്ചിരുന്നത്. ക്ലാസ്സിൽ കൊടുത്ത ക്വസ്റ്റ്യൻ്റെ എക്സാക്റ്റ് ഡിറ്റോയാണ് വന്നിട്ടുണ്ടായത്, പേരും എമൗണ്ട്സും മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഡിറ്റോ ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 7 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സിമ്പിളാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് എങ്ങനെ ചെറുതായിട്ട് ആ ഒരു ഇക്വേഷൻ മാറ്റിയിട്ട് എങ്ങനെ ഷോർട്ട് ഫോമിൽ പഠിക്കാം എന്നൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബഡ്ജറ്റ്സ് ആണ്. എല്ലാ അറ്റംപ്റ്റും 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പർച്ചേസ് ബഡ്ജറ്റ്, അതുപോലെ മെറ്റീരിയൽ ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറി മാറി ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മാറി മാറി ചോദിക്കാറുള്ളത്. കൂടുതലും പർച്ചേസ്, പ്രൊഡക്ഷൻ, മെറ്റീരിയലൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാ അറ്റംപ്റ്റും 7 മാർക്ക് ചോദിക്കുന്ന ഷുവർ ഏരിയ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ 15 മാർക്ക്, സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ 29 മാർക്ക്, തേർഡ് എത്തിയപ്പോഴോ 7 മാർക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 36 മാർക്കോളം സേഫ് ആയില്ലേ? ആയി. ദെൻ അടുത്തെത്തിയപ്പോൾ ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ 43 മാർക്കായില്ലേ? ബഡ്ജറ്റ്സ് കൂടി എത്തിയപ്പോൾ 50 മാർക്ക് സേഫ് ആയില്ലേ? അപ്പോൾ 5 ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ 50 മാർക്ക് സേഫായി എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 50 മാർക്ക് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി ഈ പറഞ്ഞ 5 ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, കോൺട്രാക്റ്റ്, സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റ്സ്, ഇത്രയും 5 ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ 50 മാർക്ക് സേഫായി. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത പഠിക്കേണ്ട ചാപ്റ്ററാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ അറ്റംപ്റ്റും 7 മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. സോ ഡെഫിനറ്റ് ആയിട്ട് ഇനി വരുന്ന അറ്റംപ്റ്റിൽ ഉറപ്പായിട്ട് ഉണ്ടാവും. ഇതിൽ കൂടുതലും നമ്മളോട് ഗുഡ്സിൻ്റെ കാര്യങ്ങളും പാസഞ്ചറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഹോട്ടൽസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എല്ലാവരും പഠിച്ചിരിക്കുക. അതിൽ അതായത് ഹോട്ടൽസിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻസ്, ഹോസ്പിറ്റൽസിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, അതുപോലെ പാസഞ്ചറിൻ്റെ, ഗുഡ്സ് ട്രാൻസ്പോർട്ടിങ്ങിന്, അങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളൊരു 3-4 ക്വസ്റ്റ്യൻസ് വീതം പെർ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കോസ്റ്റിംഗ് സിമ്പിളാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഈ ഒരു അറ്റംപ്റ്റ് വന്നില്ല എന്ന് നിങ്ങൾ കരുതി അത് സ്കിപ്പ് ചെയ്യരുത്. കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നു. സോ ഡെഫിനറ്റ് ആയിട്ട് വരുന്ന അറ്റംപ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കുക. പിന്നെ അടുത്തത് ഓവർ ഹെഡ്സ് ആണ്. എല്ലാ അറ്റംപ്റ്റും 7 മാർക്കിന് വരും. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 2025 അറ്റംപ്റ്റിൽ ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റോ വന്നു, എമൗണ്ട് പോലും മാറിയില്ല, ഡിറ്റോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ, അലോക്കേഷനും അപ്പോഷ്മെൻറ്റും ഒക്കെ ചോദിച്ചത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 7 മാർക്കിന് ചോദിക്കുന്നതാണ് ഈ ടോപ്പിക്കും നിങ്ങൾ വിടരുത്. അടുത്തതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കേ, 7, 14, 7, 14, 14 ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ 7 മാർക്ക് അല്ലെങ്കിൽ 14 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. 14 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 3 അറ്റംപ്റ്റിൽ 14 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എറൗണ്ട് എങ്ങനെ ആയാലും 14 മാർക്ക് ഒരു 7 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 50 മാർക്ക് 5 ചാപ്റ്റർ പഠിച്ചപ്പോൾ 50 മാർക്കായി. 6th ചാപ്റ്റർ എത്തിയപ്പോൾ അത് 57 ആയി. 7th ചാപ്റ്റർ എത്തിയപ്പോഴോ 64 ആയി. 8th ചാപ്റ്റർ എത്തിയപ്പോഴോ 64 + 7 എത്രയായി? നമുക്ക് 71 മാർക്കായി. ഇവിടെ 14 ചോദിക്കുന്നുണ്ട് എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആവറേജ് 7 പറഞ്ഞതാണ്. ചിലപ്പോൾ നമ്മുടെ അറ്റംപ്റ്റ് 7 ആണെങ്കിലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 7 പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഏകദേശം 74 മാർക്കോളം നിങ്ങൾക്ക് സേഫ് ആയിട്ടുണ്ട് അല്ലേ? 71 മാർക്കോളം നിങ്ങൾക്ക് സേഫ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്ത് നോക്കേണ്ടത്, അപ്പോൾ ഇത്രയും ഈ 8 ചാപ്റ്റർ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നതാണ്, നിങ്ങൾ ഈ പറഞ്ഞ 8 ചാപ്റ്ററിലെ ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സിലെ ഇത് വേണം നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 8th ചാപ്റ്റർ വരെയാണ് നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 71 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാനുള്ളതായി.
പക്ഷേ എന്ന് കരുതി ഇനി പറയുന്ന 3 ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം ബേസിക്സ് ആണ്. മെറ്റീരിയലിൽ നിന്ന് നോക്കിക്കേ, ഒരു അറ്റംപ്റ്റ് ഒഴികെ ബാക്കി എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. എംപ്ലോയി കോസ്റ്റ് നോക്കിക്കേ, ഒരു അറ്റംപ്റ്റ് ഒഴികെ എല്ലാത്തിലും ചോദിക്കുന്നുണ്ട്. എംപ്ലോയി കോസ്റ്റ് പോലും ഞാൻ കൊടുത്ത സോഹൻ മോഹൻ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിറ്റോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ പേരുകളിൽ മാറ്റം ഉണ്ടായിരുന്നേ ഉള്ളൂ. അജോയ് ബിജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു പേര് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കറക്റ്റ് ഡിറ്റോ ആയിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത ഓവർ ഹെഡ് അതുപോലെ, ലേബർ അതുപോലെ, എംപ്ലോയി അതുപോലെ. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവർക്കത് സ്കോർ ചെയ്യാനും കഴിഞ്ഞു. കോസ്റ്റ് ഷീറ്റൊക്കെ നല്ല സിമ്പിളായിരുന്നു, കോൺട്രാക്റ്റ് സിമ്പിളായിരുന്നു, ബഡ്ജറ്റ്സ് സിമ്പിളായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല സ്കോറിംഗ് ആയി ആ ഒരു ഏരിയ. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല മാർക്ക് കുട്ടികൾക്ക് വന്നു എന്ന് പറഞ്ഞതിൻ്റെ റീസൺ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ മെറ്റീരിയൽ, എംപ്ലോയി കോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അറ്റംപ്റ്റ് ഒഴികെ ബാക്കി എല്ലാത്തിലും വന്നിട്ടുണ്ട്. 4ലും ഉണ്ട്. നമ്മൾ മെജോറിറ്റി വേണം നോക്കാൻ. 4 അറ്റംപ്റ്റിലും വന്നിട്ടുണ്ട്. സോ പഠിക്കണം. സിമ്പിളാണ്. മെറ്റീരിയൽ കോസ്റ്റിലൊന്നും ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഫിഫോ, ലിഫോ, വെയ്റ്റഡ് ആവറേജ്, ജസ്റ്റ് മെറ്റീരിയൽസ് അലോട്ട് ചെയ്യുന്ന ആ ഒരു ഇത് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഇക്വേഷൻ വൈസസ്, നമ്മുടെ മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീ ഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അത് നിങ്ങളൊന്ന് ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഇക്വേഷൻ പഠിച്ച് അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് സേഫായി. അതിൽ നിന്നൊക്കെ MCQ ചോദിക്കും. സിമ്പിളായിട്ട് EOQ കമ്പ്യൂട്ട് ചെയ്യാനൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് ഇതിൽ നിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ്. ഈ പറഞ്ഞത് ഞാൻ പറയുകയാണ്, ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. MCQ ഒന്നും ഞാൻ ഇതിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ MCQ കൂടി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ. ഈ 11 ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് അതിൻ്റെ MCQ കൂടെ കിട്ടുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അത്രയും മാർക്ക്, 20+ മാർക്ക് നമുക്ക് MCQയിലും കിട്ടും. 70 മാർക്ക് നമുക്ക് ഈ പറഞ്ഞതിൽ അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും. സോ എങ്ങനെ പോയാലും നമുക്ക് 100 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്ത് എറൗണ്ട് ഒരു 80 to 85 നല്ല സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കായി ഈ സ്ട്രാറ്റജി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എംപ്ലോയി കോസ്റ്റ് പഠിക്കുക, സിമ്പിളാണ്. പ്രോസസ് കോസ്റ്റിംഗ് നോക്കിക്കുക, 2 അറ്റംപ്റ്റ് ഒഴികെ ബാക്കി 3 അറ്റംപ്റ്റിലും വന്നിട്ടുണ്ട്. സിമ്പിളാണ്. അതിൽ 2 കൺസെപ്റ്റേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് പ്രോസസ് അക്കൗണ്ട്സ് വരയ്ക്കാനും പിന്നെ നമ്മുടെ ഇക്വലൻ്റ് യൂണിറ്റ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനും മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് 2 നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ എഗെയിൻ പറയുകയാണ്, ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ 8 ചാപ്റ്റേഴ്സിന് കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, കോൺട്രാക്റ്റ്, സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റ്, ഓപ്പറേഷൻ, ഓവർഹെഡ്, മാർജിനൽ, ഈ 8 ചാപ്റ്റേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എല്ലാം വളരെ സിമ്പിളായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പറ്റും. എഗെയിൻ പിന്നെ വന്നിട്ട് മെറ്റീരിയൽ, എംപ്ലോയി, പ്രോസസ് കോസ്റ്റ്, ഇത് 3ഉം പഠിക്കേണ്ട. നമുക്ക് മിസ്സ് പറഞ്ഞ പോലെ 8 ചാപ്റ്റർ പഠിച്ച 70 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ബാക്കി 3ഉം വിടരുത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ലടാ, ഇതിലേതെങ്കിലും ഒന്ന് ടഫായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചിലപ്പോൾ മേ ബി ഹെൽപ്ഫുൾ ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ 11 ചാപ്റ്റേഴ്സ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ടോട്ടൽ 15 ചാപ്റ്റർ ഉണ്ട്. അതിൽ 11 ചാപ്റ്റർ നിങ്ങൾ സേഫ് ആക്കിയിട്ടുണ്ടോ, എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് 80 സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നതാണ്. ഈ 11 ചാപ്റ്റേഴ്സിനകത്ത് പിന്നെ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മളിവിടെ ഓൾറെഡി 4 സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 11 ചാപ്റ്റേഴ്സിൽ ആരും ഒന്നും സ്കിപ്പ് ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇതിൽ നമുക്ക് അറൗണ്ട് 30 മാർക്ക് MCQയിൽ സ്കോറിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. MCQയിൽ ടോട്ടൽ 30 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ 20+ മാർക്ക് നമുക്ക് എങ്ങനെ പോയാലും കിട്ടും. 22 മാർക്ക് എങ്ങനെയായാലും കറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും MCQവിന് വേണ്ടി പ്രത്യേകം പ്രയോറിറ്റി കൊടുക്കണ്ട. നിങ്ങൾ പഠിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു നോക്ക്. MCQ സൈഡിലൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരിക്കലും MCQവിന് വേണ്ടി പ്രത്യേകം ആരും പ്രിപ്പയർ ചെയ്യണ്ട. നിങ്ങൾ ആ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് നന്നായിട്ട് പഠിക്കുക. MCQ സൈഡിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എങ്കിലും ഞാൻ MCQ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ പകുതി, അതായത് നന്നായിട്ട് പഠിക്കാതെ അവിടെ ഇവിടെ മാത്രം നോക്കിയിട്ട് എന്നാൽ MCQ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് MCQ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എൻ്റയർ അനാലിസിസ് വരുന്നത്. നിങ്ങളിത് എഴുതിയെടുക്കുകയോ, നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അനാലിസിസ് എഴുതിയെടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ നമ്പർ ഇതാണ്. നിങ്ങളിതെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ പേര്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫീസ് വരുന്നത് 700 റുപ്പീസാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീസ് 700 ആണ്. 700 റുപ്പീസിന് ഈ 11 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ് തരുന്നുണ്ട്. ഈ 700 റുപ്പീസിന് നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്, നോട്ട്സ് തരുന്നുണ്ട്, അതുപോലെ MCQ തരുന്നുണ്ട്,
കഴിഞ്ഞ 5 അറ്റംപ്റ്റിൻ്റെ ജൂൺ 2023 മുതൽ 2025 വരെയുള്ള 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം ഞാനിത് ട്രൈ ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഗെയിൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ 700 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ ഇൻഡിവിജ്വലി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 3000 ഒക്കെ ആവും, ഏകദേശം 2500 മേലെ ക്ലാസ് കിട്ടത്തുള്ളൂ, അതിന് താഴെ കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും ചെറിയൊരു ഫീല് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സേഫ് ആവും കേട്ടോ. അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ബാക്കി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ 11 ചാപ്റ്റേഴ്സാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകും. ഒരെണ്ണം പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. ഒരു തവണയോ 2 തവണയോ പഠിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. 3 to 4 ടൈംസ് റിവിഷൻ മാൻഡേറ്ററി ആണ്. അത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോളൂ. ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ലോയുടെയും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിൻ്റെയും വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അനാലിസിസ് ടേബിളിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളും കിട്ടും. ബാക്കി സബ്ജക്റ്റിന് ഇത് വരും ദിവസങ്ങളിൽ ചെയ്യും കേട്ടോ. പിന്നെ ബോത്ത് ഗ്രൂപ്പിൻ്റെയും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയും ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും ഒക്കെ 80 ഡേയ്സ് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു, ആ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ ടൈം ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഇതിൽ പറയാനായിട്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് എനിക്ക് പിന്നെയും എഗെയിൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന വീഡിയോസ് ഇടാനുള്ളൊരു തോട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാനിരിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് എനിക്ക് പറ്റും, ഞാൻ ഈ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് മോട്ടിവേറ്റിംഗ്, നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെ നോക്കി നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ റിസൾട്ടിൽ ആ ഒരു പാസ് സക്സസ്ഫുൾ എന്ന വേർഡ് വരുമ്പോൾ ഉള്ള ആ ഒരു ഇത് നിങ്ങൾ നോക്കുക. കംപ്ലീറ്റഡ് എന്നൊരു വേർഡ് അത്രോളം റെലവൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. സ്ക്രീനിൽ നമ്മുടെ ആ ഒരു ഇത് വരുന്നതും നമുക്ക് എക്സംഷൻ കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷേ പിന്നെ ആ ഒരു 2.5 months കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാക്കും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്താലേ അപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വിഷമിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ അറ്റംപ്റ്റുകളോ എൻ്റെ അറ്റംപ്റ്റ് ഒരുപാടായി അങ്ങനെയുള്ള തോട്ടുകളൊക്കെ വിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.